എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ലാൽജിവാലയുടെയും രാഹുലിൻ്റെയും വൈറ്റ് ഗോൾഡിൻ്റെ പ്രിൻസാണ് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണുക, എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാം കാണാൻ ശ്രദ്ധിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമ്മൾ പറയണം, ആരും കേൾക്കണമല്ലോ, അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ പറയുന്നത്. ഡിസൈൻസ് എല്ലാം ഇഷ്ടപ്പെട്ട് നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് 143 പ്ലസ് GST ആണ്. ഹോൾസെയിൽ പ്രൈസാണ് അത്. അപ്പോൾ അത് മിനിമം എടുക്കേണ്ട ക്വാണ്ടിറ്റി 10 പീസാണ് ഹോൾസെയിൽ പ്രൈസിൽ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ GST 5% ചാർജ് ചെയ്യുന്നത്. GST ഉൾപ്പെടെ ഒരു പീസിന് 150 രൂപയുടെ അടുത്തേക്ക് റേറ്റ് വരും കേട്ടോ. നമ്മുടെ ഷോപ്പ് ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴയാണ്. നിങ്ങൾക്ക് നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യാം. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നമ്മുടെ വർക്കിംഗ് ടൈം വരുന്നത്. സൺഡേസ് നമ്മൾ വർക്കിംഗ് അല്ല. ഈ മെറ്റീരിയൽസൊക്കെ വന്നിട്ട് യൂഷ്വലി 290 കട്ടാണ് വന്നത്. 3 മീറ്ററിന് എല്ലാവരും പറയും, പക്ഷേ അത് 290 പ്ലസ് ആണ്. ഓൾമോസ്റ്റ് 295 296 അത്രയൊക്കെ ഉണ്ടാവും മിക്ക മെറ്റീരിയൽസും. 3 മീറ്റർ തികച്ചുണ്ടാവില്ല, ചിലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതിനകത്ത് 3 മീറ്റർ ചിലതൊക്കെ വന്നിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ 290 മാത്രമാണ് പറയാറുള്ളൂ. 275 GSM ക്വാളിറ്റി ഉണ്ട് ഇതിന്, 2 മെറ്റീരിയലിന് 275 GSM 280 GSM. അതിൻ്റെ ഒരു ഇൻ ബിറ്റ്വീൻ വരും മിക്ക മെറ്റീരിയൽസും. പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്, വേറെ മിക്സോ കാര്യങ്ങളൊന്നും വരുന്നൊന്നുമില്ല. അപ്പോൾ ലാൽജിവാല എടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം എന്ത് നല്ല മെറ്റീരിയൽസാണ്, പിന്നെ ഡിസൈൻസൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ളത്. മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാനായിട്ട് ഹോൾസെയിൽ വേണ്ടവരെ വാട്സാപ്പിൻ്റെ നമ്പറിൽ മെസ്സേജ് ചെയ്യുക. റീറ്റെയിൽ വേണ്ടവർ റീറ്റെയിലിൻ്റെ നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഡിസൈൻസൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഡിസൈൻസ് ചൂസ് ചെയ്യുക. ആ ഡിസൈൻസ് റിട്ടേൺ അയച്ചു കൊടുക്കുക. അപ്പോൾ ഡിസൈൻസ് അയച്ചു കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അഡ്രസ്സ് വിത്ത് പിൻകോഡ് അയച്ചു കൊടുക്കുക. ഇന്ത്യ പോസ്റ്റാണോ കൊറിയറാണോ എന്നുള്ളത് പറയുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇത് തരും, സെയിൽ ഓർഡർ ഇവിടുന്ന് തരും. സെയിൽ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ പേയ്മെൻറ്റ് ചെയ്യണം. ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ഇത് വഴി പേയ്മെൻറ്റ് ചെയ്യണം. പേയ്മെൻറ്റ് ചെയ്യാത്ത ഓർഡേഴ്സ് നമ്മൾ മാക്സിമം ഒരു ദിവസം വരെയാണ് കീപ്പ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ ഓർഡർ ക്യാൻസലാവും. അപ്പോൾ അത് ക്യാൻസലാവണം നിങ്ങൾ അറിയിക്കും. അപ്പോൾ അത് ക്യാൻസലായി കഴിഞ്ഞിട്ട് പിന്നെ അത് തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് അത് തന്നെ വേണമെന്ന് പറഞ്ഞാലും കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ സെയിൽ ഓർഡർ ഇവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഈ വീഡിയോ കാണിക്കുന്ന മെറ്റീരിയൽസ് അല്ലാണ്ട് തന്നെ വേറെ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെ സ്റ്റോക്കിന് വേണമെന്നെങ്കിൽ നമ്മുടെ അടുത്ത് മെസ്സേജ് ചോദിച്ചാൽ മതി. സ്റ്റോക്കിലുള്ള എൻ്റെ ഫോട്ടോ ഇട്ടുതരാം. അതിനൊന്നും യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ മെസ്സേജ് കഴിഞ്ഞാൽ ഉടനെ തന്നെ റിപ്ലൈ വരില്ല, ഒരു 10 മിനിറ്റിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ കൊറിയറിൻ്റെ ചാർജൊക്കെ വന്നിട്ട് ഇപ്പോൾ 10 പീസ് അയക്കാനാണെങ്കിൽ 10-11 പീസ് ആണെങ്കിൽ കൊറിയർ ആണെങ്കിൽ 100 രൂപയും ഇന്ത്യ പോസ്റ്റ് ആണെങ്കിൽ 140 രൂപയും വരും. ബേസ് റേറ്റാണ് പറഞ്ഞത്. പിന്നെ നിങ്ങളുടെ ഇത് കൂടുന്നതനുസരിച്ച് റേറ്റിൽ വ്യത്യാസങ്ങളുണ്ടാവും. പിന്നെ 40 പീസിൻ്റെ മുകളിലേക്കുള്ള ഓർഡേഴ്സാണ് നമ്മൾ പാഴ്സൽ അയക്കുന്നത്. അത് കേരളത്തിൻ്റെ അകത്തും കേരളത്തിൻ്റെ പുറത്തേക്കൊക്കെ ആണെങ്കിലും 40ൻ്റെ മുകളിലേക്കുള്ള എല്ലാം പാഴ്സൽ അയക്കണമായിരിക്കും ബെറ്റർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് റേറ്റാണ് വന്നത്. പിന്നെ കേരളത്തിൻ്റെ പുറത്തേക്ക് അയക്കുമ്പം ഒരു 60-70 പീസിൻ്റെ മുകളിലേക്ക് അയക്കാനായിരിക്കും ബെറ്റർ പാഴ്സലിൽ നിന്നാണ് റെക്കമെൻഡ് ചെയ്യണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട് കർണാടക കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റുകളിലേക്ക് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ചാർജ് കൂടുതൽ വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഇത് പറഞ്ഞത്. ഔട്ട് സൈഡൊക്കെയുള്ള ഒരുപാട് പേര് നമ്മുടെ അടുത്ത് കോൺടാക്ട് ചെയ്യേണ്ട മെറ്റീരിയലിന് വേണ്ടിയിട്ട്. അപ്പം എല്ലാ രീതിക്കും ഷിപ്പിങ്ങൊക്കെ പോസിബിളാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് ഓർത്തിരിക്കുക. മെറ്റീരിയൽസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ സംസാരിച്ചാൽ മതി, അപ്പോൾ നമ്മളതൊക്കെ അയച്ചു തരാം. പിന്നെ മറ്റുള്ള കുറേ ഐറ്റംസൊക്കെ ആളുകൾ ചോദിക്കേണ്ടതാണ്, എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതല്ലാണ്ട് തന്നെ 3 രൂപേൻ്റെ മെറ്റീരിയൽ, പിന്നെ ചുങ്കിടി എന്നൊക്കെ സ്റ്റോൺ വാഷൊക്കെ നമുക്ക് സ്റ്റോക്കിലുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, അതിൻ്റെ ഡിസൈൻസൊക്കെ അയച്ചു തരാം. സൺഡേസ് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടാകും, പേഴ്സണൽ പ്രോഗ്രാം എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ സൺഡേസ് തുറക്കില്ലാത്ത. ചില സമയത്തൊക്കെ നമ്മൾ ഫ്രീ ഉള്ള സമയത്താണ്, അത്യാവശ്യം എൻക്വയറീസ് ഉള്ള സമയമാണെങ്കിൽ നമ്മൾ സൺഡേസ് തുറക്കാറുണ്ട്. അപ്പം കുറേ പേര് പറയാറുണ്ട് സൺഡേ വിളിച്ചാൽ കിട്ടില്ല, അല്ലെങ്കിൽ വൈകുന്നേരം വിളിച്ചാൽ ഫോൺ എടുക്കില്ല. നമ്മൾ ഈ ഫോൺ ശരിക്കും ഷോപ്പിൽ വെച്ചിട്ട് പോകണതാണ് ആ നമ്പർ. അപ്പോൾ അതുകൊണ്ടാണ് അതിനകത്ത് വിളിച്ചാൽ കിട്ടില്ല മീൻസ് കോൾ അറ്റൻഡ് ആവില്ല. അത് നമ്മുടെ വർക്കിംഗ് ടൈമിൽ കോൺടാക്ട് ചെയ്ത് നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും തിരക്കാണെങ്കിൽ ഫസ്റ്റ് റിങ്ങിൽ എടുത്തില്ലെങ്കിൽ നമ്മൾ തിരിച്ച് വിളിക്കാറൊക്കെ ഉണ്ട്, മിസ് കോൾ കിടക്കുന്നുണ്ടെങ്കിൽ. പിന്നെ ഇപ്പോൾ ഈ കാണിക്കുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു 10-25 പീസ് ഇഷ്ടപ്പെട്ടു, അത് മാറ്റി വയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ അത് മാറ്റി വയ്ക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തു തരാം. എല്ലാം ഒരു 100-150 പീസ് ആകുമ്പോൾ നമുക്ക് കൊറിയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടത് ആ ക്വാണ്ടിറ്റി ആകുമ്പോൾ നമുക്ക് കൊറിയർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പാഴ്സൽ ചെയ്യണമെങ്കിൽ പാഴ്സൽ ചെയ്യാം. അതൊന്ന് പറഞ്ഞാൽ മതി. പിന്നെ പേയ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫോൺ പേ, ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ, ഇത് 3 വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു പ്രോപ്പർ ബില്ല് കിട്ടും. ആ ബില്ല് കിട്ടിയതിന് ശേഷം മാത്രമാണ് പേയ്മെൻറ്റ് നമ്മൾ സ്വീകരിക്കുകയുള്ളൂ. അതിന് മുന്നേ ആരും പേയ്മെൻറ്റ് ചെയ്യരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്തു, അത് കഴിഞ്ഞിട്ട് മെറ്റീരിയലിൽ ഏതെങ്കിലും കളർ കുറവുണ്ടെങ്കിൽ നമുക്കത് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടുന്ന് ബില്ല് തന്നത്. ആ ബില്ല് കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക കേട്ടോ. മിക്ക മെറ്റീരിയലിൻ്റെ എല്ലാ കളറും തുറന്ന് കാണിക്കണമെന്നാണ്. പക്ഷേ അങ്ങനെ തുറന്ന് കാണിച്ച് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം പോകും. പിന്നെ വീഡിയോ സ്പീഡ് കൂട്ടിയിടേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയലിലെ ഡിസൈൻസ് കാണാൻ പറ്റില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ഡിസൈനിൽ നിന്നുള്ള ഒരു കളർ മാത്രമായിട്ട് തുറന്ന് കാണിക്കുന്നത്. അതിൻ്റെ ഒരു ഡിസൈൻ എല്ലാ കളറും ഇങ്ങനെ ക്ലോസപ്പിൽ കാണിക്കും, അതിൻ്റെ ഒരു കളർ തുറന്ന് കാണിക്കണം. അപ്പോൾ ഡിസൈൻ എല്ലാവർക്കും എല്ലാത്തിലും മനസ്സിലാവുമെന്ന് തോന്നുന്നു.
പിന്നെ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം. അല്ല ഇങ്ങനെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും, അങ്ങനെ എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക കേട്ടോ. പിന്നെ ബണ്ടിലും ബെയിലൊക്കെ ആയിട്ട് എടുക്കുന്നവർക്ക് റേറ്റിൽ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ യൂണിറ്റ് കടന്നാൽ എപ്പോഴും ബെയിലായിരിക്കും നല്ലത്, അതാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് സംസാരിച്ചാൽ മതി, നമ്മളതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് ചെയ്താണ് റേറ്റിംഗ് കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുന്നത്, അതൊക്കെ ഒന്ന് ഓർത്തിട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ ഡിസൈൻസും കളക്ഷൻസും. എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും കൂടുതൽ ഡിസൈൻസൊക്കെ ആയിട്ട് വീണ്ടും കൂടുതൽ വീഡിയോസൊക്കെ വരും. അപ്പോൾ മെറ്റീരിയൽസൊക്കെ ഓർഡർ ചെയ്യാനുള്ളവർക്ക് ഓർഡർ ചെയ്യുക. ഓണം പ്രതീക്ഷിച്ച് സെയിൽ ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇപ്പോഴേ ഓർഡർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോഴേ ചെയ്ത് തുടങ്ങിയാലാണ് നമുക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് എല്ലാം സ്റ്റിച്ച് ചെയ്ത ആളുകൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവസാനം വലിയ ഇതായി പോകും, നമുക്ക് ഭയങ്കര ടഫായി പോകും, ഭയങ്കര ടൈം, പിന്നെ നമ്മൾ ഒരുപാട് സ്ട്രെസ് എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ആദ്യം മുതലേ പ്ലാൻ ചെയ്ത് ചെയ്യാൻ എല്ലാവരും പറയുന്നത്. ഇനിയും നല്ല അടിപൊളി കളക്ഷൻസൊക്കെ വീണ്ടും വരും കേട്ടോ. അടുത്ത വീഡിയോസിലൊക്കെ ഇനിയും ഡിസൈൻസ് എല്ലാം നമ്മൾ കൂടുതൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഓണം പ്രമാണിച്ച് തിരക്കായി കഴിഞ്ഞാൽ വീഡിയോസിന് വേണ്ടിയിട്ട് ആരും വെയിറ്റ് ചെയ്യരുത്, ഫോട്ടോസ് ചോദിച്ചാൽ മതി, നമ്മൾ ഇട്ട് തരാം. വീഡിയോസ് നമ്മൾ ഫ്രീ കിട്ടുന്ന സമയത്താണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇനി വേറെ ഒന്നും പറയാനില്ല. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.